ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ അയാളുടെ മുഴുവൻ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും. ആരാ പറയണേ? സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോഴും വല്ലാത്തൊരു പ്രയാസം, ഞാൻ കൊന്നത് പുണ്യ നബിയുടെ പിതൃവ്യനാണല്ലോ. അപ്പൊ ഉടനെ അല്ലാഹു ആയത്തിറക്കാൻ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. തെറ്റ് ചെയ്ത മനുഷ്യനാണ് പടച്ചോനെ വിളിക്കുന്നത്, തെറ്റ് ചെയ്യാത്തവരൊന്നുമല്ല. നമ്മളാരും അമ്പിയാക്കളല്ലല്ലോ. ഖുൽ യാ ഇബാദി, എന്റെ അടിമകളെ, തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ മുങ്ങിത്താഴ്ന്നു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, നിങ്ങൾ എന്തോരം തെറ്റ് ചെയ്താലും, തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ മുങ്ങിക്കുളിച്ചാലും, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ വിദൂരത്തല്ലേ, എന്റെ കരുണ മുറിഞ്ഞു പോയെന്ന് നിങ്ങൾ കരുതരുതേ. നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, എന്നെ ഒന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, പുറത്തു തരാൻ നിങ്ങൾക്കാരുമില്ലെങ്കിലും നിങ്ങളുടെ നാഥനായ അള്ളാഹു ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളെ കൊണ്ട് എന്ത് കഴിവുള്ളത്? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വല്ലതുണ്ടോ? സ്വന്തമായിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ പറ്റും? നമ്മളെ കൊണ്ട് പറ്റുമോ? സ്വന്തമായിട്ട് ഒന്ന് മൂത്രമൊഴിക്കാൻ പറ്റും നമുക്ക്? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സ്വന്തമായിട്ട് പറ്റുമായിരുന്നെങ്കിൽ ഇത്ര ആളുകൾ യൂറിൻ ഇങ്ങനെ ടാങ്ക് ഫിറ്റ് ചെയ്ത് കിടക്കേണ്ട കാര്യമുണ്ടോ? യൂറിൻ പോകാതെ അവിടെ കയ്യിൽ ഇങ്ങനെ യൂറിൻ ടാങ്കും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് എന്റെ അധികാര പരിധിയിൽ പെട്ടതൊന്നുമല്ല. എന്റെ റബ്ബ് ഒഴിപ്പിക്കാണ് എന്നെ, അല്ലേ? ഇതുപോലും പറ്റാത്ത മനുഷ്യൻ നമ്മളിങ്ങനെ അഹങ്കാരം നടിച്ചു നടന്നിട്ട് എന്തിനാ? നമ്മൾ ക്ലോസറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പടച്ചോനോട് പറയുന്നത് എന്താ? ഗുഫ്റാനക് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അല്ലദ വഫാനി, എന്റെ മൂത്രമൊഴിപ്പിച്ച അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. വഇസ്സതി വജലാലി, എന്റെ പ്രതാപം തന്നെ സത്യം. അല്ലാഹ് പറയാ, എന്റെ പ്രതാപം തന്നെ സത്യം. ഇന്നി ലഅഹുമ്മു അലാ അഹ്ലിൽ അർളി അദാബ, ഞാനിങ്ങനെ ഭൂമിയിലേക്ക് അദാബ് ഇറക്കാൻ തീരുമാനിച്ചു. ഭൂമിയിലേക്ക് അതികഠിനമായ അദാബ് ഇറക്കാൻ ഞാൻ തീരുമാനിച്ചു. 3 ആളുകളെ കണ്ടപ്പോ അദാബ് ഞാൻ അങ്ങ് മാറ്റിവെച്ചു എന്ന് അള്ളാഹു പറയുന്നതായി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാ 3 ആളുകൾ? നദർതു ഇലാ ഉമ്മാരി മസാജിദി, എന്റെ പള്ളിയുടെ പരിപാലകരെ ഞാൻ ഇങ്ങനെ നോക്കി. പള്ളിയുടെ ഭരണാധികാരികളല്ല, പള്ളി ഭരിക്കാൻ പടച്ചോൻ ഒരുത്തന്റെയും ആവശ്യമില്ല. നമ്മളൊക്കെ പള്ളിയുടെ സേവകരാണ്. ഒരു കമ്മിറ്റിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒന്നല്ല, നമ്മളെല്ലാവരും അള്ളാന്റെ പള്ളിയുടെ സേവകരാണ്. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാ നമ്മള്. ഞാൻ അവരിലേക്ക് ഇങ്ങനെ നോക്കി. രണ്ടാമത് നോക്കിയത് വബിൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാതിരാവിന്റെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് തഹജ്ജുദിന്റെ നേരത്ത് എന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട്, പടച്ചവനെ നീ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ എന്ന് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരിലേക്കും ഞാൻ നോക്കി. പിന്നെയോ വൽ മുത്തഹാബീന ഫിയ, അവർ സ്നേഹിക്കുന്നത് മുഴുവൻ എനിക്ക് വേണ്ടിയാണ്. അവരുടെ ഉമ്മയെ സ്നേഹിക്കുന്നത്, ബാപ്പയെ സ്നേഹിക്കുന്നത്, ഭാര്യയെ സ്നേഹിക്കുന്നത്, മക്കളെ സ്നേഹിക്കുന്നത്, നാട്ടുകാരുമായി ബന്ധം പുലർത്തുന്നത്, അയൽപ്പക്ക ബന്ധം പുലർത്തുന്നത്, എല്ലാ ബന്ധങ്ങളും എനിക്ക് വേണ്ടി ആയപ്പോ ഞാൻ അദാബങ്ങ് മാറ്റിക്കളഞ്ഞു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇസ്തിഗ്ഫാർ അതിൽ അത്രമേൽ പ്രാധാന്യമുള്ള സംഗതിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇസ്തിഗ്ഫാർ അള്ളാനെ അറിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിലേക്ക് സമാധാനം ഇറക്കിത്തരും അല്ലാഹു. പറയുന്നതാരാ? അല്ലാഹ് തന്നെ പറയുന്നതായി നമുക്ക് എടുത്തു പറഞ്ഞു തരികയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേറെ അവസരം തരുന്നൊരു മാസം കൂടെയാണ് റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയധികം ഓഫറുകൾ നിങ്ങൾക്ക് തന്നിട്ടും ആ റമളാനെ നെവർ മൈൻഡ് ചെയ്ത് പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് നാശം. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്ന് കരയണം. ഞാൻ പറയട്ടെ, റമളാനിൽ ഇത്രയും ദിവസമായി അള്ളാന്റെ മുമ്പിൽ കരഞ്ഞ എത്ര പേരുണ്ട് എൻ്റെ ഇരിക്കുന്ന എൻ്റെ സഹോദരങ്ങളിൽ? നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി കരയുന്നുണ്ട്. കടക്കണിയിൽ പെട്ടിട്ട്, എടാ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ തരാവോ, ഞാൻ നിനക്ക് ഇൻഷാ അല്ലാഹ് തരാം എന്നൊക്കെ പറയും. നമ്മുടെ കണ്ണ് നിറയും. അള്ളാന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, പടച്ചോനെ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, നന്ദിയിട്ട് അടിമയായി പോയല്ലോ അല്ലാ, എല്ലാം നീ തന്നതല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ റബ്ബേ, ഇതൊക്കെ കഴിച്ചും കുടിച്ചും സുഖിച്ചിങ്ങനെ ജീവിച്ചിട്ട് ഇത്രമേൽ നന്ദിയിട്ടൊരടിമയായി പോയല്ലോ അല്ലാ ഞാൻ. നീ പുറത്തു തന്നില്ല എങ്കിൽ ഈ ദുനിയാവും ആഖിറവും എനിക്ക് നരകമാണല്ലോ അല്ലാ എന്ന് ഓർത്തിട്ട് ഒരു തവണയെങ്കിലും പൊട്ടിക്കരഞ്ഞ എത്ര പേരുണ്ട് എന്റെ കൂട്ടത്തിൽ? ആദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ഈ റമളാൻ കിട്ടിയിട്ട് കരയാത്ത കണ്ണ് എത്രമേൽ നഷ്ടബോധമുള്ളവരുടേതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഉപമയെന്നോണം പറയാൻ. ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ ഒരുപാട് മെറ്റഫോറുകൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ അയാളുടെ ഒട്ടകത്തെയും തളിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. കുറെ ദൂരം യാത്ര ചെയ്തപ്പോ തളർന്നിട്ട് ആ മനുഷ്യൻ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് അവിടെ ഒന്ന് കിടന്നുറങ്ങി. ഞെട്ടി എഴുന്നേൽക്കുമ്പോ തന്റെ ഒട്ടകത്തെ കാണാനില്ല. തനിക്കാകെയുള്ള പ്രതീക്ഷ, തന്റെ കച്ചവടത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കേന്ദ്രം ആ ഒട്ടകാണ്. തന്റെ കുടുംബത്തിന്റെ ഭക്ഷണം ഈ ഒട്ടകത്തെ കേന്ദ്രീകരിച്ചാണ്. ഒട്ടകം നഷ്ടപ്പെട്ടാൽ പ്രശ്നമാണല്ലോ പടച്ചോനെ. അയാളിങ്ങനെ അലറി കരഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. ഓടി 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 എവിടെയും കാണാനില്ല. ആകെ തളർന്ന് വലിയ പ്രതിസന്ധിയിൽ താൻ കിടന്നിടത്തേക്ക് തിരിച്ചു വരുമ്പോണ്ട് നഷ്ടപ്പെട്ട ഒട്ടകം അവിടെ നിൽക്കുന്നു. എത്ര വലിയ സന്തോഷമായിരിക്കാം മനുഷ്യന്. ആ മനുഷ്യൻ ഉടനെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുമ്മ അൻത അബ്ദി അൻത അബ്ദി വ അന റബ്ബുക. പടച്ചോനെ, നീ എന്റെ അടിമയാണല്ല, ഞാൻ നിന്റെ റബ്ബാണല്ല. അങ്ങനെ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ പറയുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാത്തവണ്ണം അള്ളാഹിനോട് പറയാം, പടച്ചോനെ നീയാണ് എന്റെ അടിമ, ഞാൻ നിന്റെ റബ്ബാണ് പടച്ചോനെ. ആലോചിച്ചോക്കെ, അത്രമേൽ വലിയ സന്തോഷം ആ മനുഷ്യനുണ്ടായി എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് പറയുന്നുണ്ട്, അവന്റെ അടിമ അള്ളാന്റെ അടിമയെങ്ങാനും ഇസ്തിഗ്ഫാർ ചെയ്താൽ ഇതിനേക്കാൾ, ഈ മനുഷ്യൻ ഉണ്ടായതിനേക്കാൾ വലിയ സന്തോഷാണ് അള്ളാഹുവിനുള്ളത് എന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചോക്കെ, നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്യുന്നവരാ. ഈ റമദാൻ കിട്ടിയിട്ടും നമ്മുടെ കണ്ണുകൾ തെറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? നമ്മുടെ കൈകൾ ഹറാമിലൂടെ ചലിക്കാതിരുന്നിട്ടുണ്ടോ? എത്രയോ ഹറാമുകളിലൂടെ സ്ക്രോൾ ചെയ്തു പോയവരാണ് ഈ വിരലുകൾ കൊണ്ട്. ഇതിനൊക്കെ കണക്ക് പറയേണ്ട റബ്ബിനോട്, അള്ളാഹിനോട് നമുക്ക് തുറന്നു പറയാമല്ലോ. നമ്മുടെ തെറ്റുകൾ നാട്ടുകാരോട് പറയാൻ പാടില്ല. എടാ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ല, പറയേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു സത്താറാണ്, അവൻ മറച്ചു വെക്കുന്നവനാണ്, രഹസ്യത്തെ മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. യാ സത്താറു യാ അല്ലാഹ്. അവൻ രഹസ്യമാക്കി വെച്ച തെറ്റിനെ നിങ്ങൾ എന്തിനാ പരസ്യമാക്കണത്? നിങ്ങളുടെ തെറ്റുകളെ അവൻ രഹസ്യാക്കി വെച്ചതാണ്. നിങ്ങൾ എന്തിനാണ് നാട്ടുകാരുടെ മുമ്പിൽ പോയി ആ തെറ്റുകളൊക്കെ വിളിച്ചു പറഞ്ഞ് പരസ്യമാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അള്ളാഹ് രഹസ്യാക്കിയതല്ലേ. മറ്റൊരാളുടെയും രഹസ്യത്തെ നിങ്ങൾ ചൂഴ്ന്നന്വേഷിക്കാനും പോകണ്ട. ഒരുത്തന്റെയും ന്യൂനതയുടെ പിന്നാലെ നിങ്ങൾ പോകണ്ട. അവന്റെ രഹസ്യത്തെ അള്ളാഹ് മറച്ചു വെച്ചതാണ്. അത് വെളിവാക്കാൻ നിങ്ങളോട് കൽപ്പനയില്ല. ഒരാളുടെ രഹസ്യം നമുക്കറിഞ്ഞു എന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? നമ്മൾ ഒന്ന് രണ്ട് പേരോട് പറയും, ഇത് രഹസ്യമാണ് കേട്ടോ, ആരോടും പറയരുത്. ഈ സ്വഭാവമുള്ളവൻ അതേ തെറ്റ് ചെയ്യാതെ ദുനിയാവിൽ നിന്ന് മരിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ രഹസ്യമായിട്ട് വ്യഭിചരിക്കണത് കണ്ടു, അത് അവനും അല്ലാഹുവും തമ്മിലുള്ള കാര്യം. നമ്മളത് കണ്ടിട്ട് അത് വീഡിയോ എടുത്തുകൊണ്ട് വന്ന് നാട്ടുകാരെ കാണിക്കേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. അങ്ങനെ ഒരുത്തനെ നാണം കെടുത്തിയാൽ അതേ തെറ്റ് ചെയ്യാതെ നീയും മരിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പിന്നെ ബാക്കിയുള്ള തെറ്റുകളുടെ കാര്യം പറയണം. എന്നാൽ പരസ്യമായിട്ട് നിന്ന് ചെയ്യണതിനെ പരസ്യമായിട്ട് വിമർശിക്കുക തന്നെ വേണം. ഒരാളുടെയും ന്യൂനതകൾ തപ്പിപ്പിടിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അള്ളാന്റെ പേര് തന്നെ സത്താർ, സത്താർ, മറച്ചു വെക്കുന്നവൻ, രഹസ്യമാക്കി വെക്കുന്നവൻ. മനുഷ്യന്റെ കുറ്റങ്ങളെ, ന്യൂനതകളെ, കുറവുകളെ വെളിവാക്കാതെ ഒളിച്ചു വെക്കുന്നവനായ നാഥനാണ് നമ്മുടേത്. ആ റബ്ബ് മറച്ചു വെച്ചതിനെ നിങ്ങൾ പരസ്യമാക്കേണ്ടതില്ല. അങ്ങനെ പരസ്യമാക്കിയാൽ അതേ കുറ്റം നിങ്ങളും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ നിങ്ങളത് മറച്ചു വെച്ചു. നിങ്ങൾ ചെയ്ത തെറ്റും നിങ്ങൾ മറച്ചു, മറ്റുള്ളവന്റേതും നിങ്ങൾ മറച്ചു. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ഈ ദുനിയാവിൽ മാത്രമല്ലാന്നേ, നാളെ മഹ്ശറയിൽ ചെന്ന് നിൽക്കുമ്പോഴും നിങ്ങളുടെ പാപങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹു പരസ്യമാക്കൂലാട്ടോ സയ്യിദുനാ റസൂലുള്ളാഹ്. അവിടെയും നിങ്ങൾക്ക് അന്തസ് വാങ്ങിത്തരുമല്ല, അവിടെയും നിങ്ങൾ നാണം കെടുത്താത്ത റബ്ബ്. അങ്ങനെ ഒരു റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോഴും പറയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ, വഹ്ശിയുടെ. വഹ്ശി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്ദർഭം എന്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതർവ്യനെ ചാട്ടുളി കൊണ്ട് വീഴ്ത്തിയിട്ട് ക്രൂരമാം വിധം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വയറ് പിളർന്ന് കരളെടുത്ത് വായിലിട്ട് ചവച്ചു തുപ്പാൻ ഹിന്ദിന് പ്രേരണ കൊടുത്തതാരാ? വഹ്ശിയാണ്. ആ വഹ്ശി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്റെ പാപങ്ങൾ പൊറുക്കോ നബിയെ? ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ അയാളുടെ മുഴുവൻ പാപവും അല്ലാഹു പുറത്തു കൊടുക്കും. ആരാ പറയണേ? സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോഴും വല്ലാത്തൊരു പ്രയാസം, ഞാൻ കൊന്നത് പുണ്യ നബിയുടെ പിതർവ്യനാണല്ലോ. അപ്പൊ ഉടനെ അല്ലാഹ് ആയച്ചിറക്കാൻ, ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. തെറ്റ് ചെയ്ത മനുഷ്യനാണ് പടച്ചോനെ വിളിക്കണത്, തെറ്റ് ചെയ്യാത്തവരൊന്നുമല്ല.
നമ്മളാരും അമ്പിയാക്കളല്ലല്ലോ. ഖുൽ യാ ഇബാദി, എന്റെ അടിമകളെ, തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ മുങ്ങിത്താഴ്ന്നു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, നിങ്ങൾ എന്തോരം തെറ്റ് ചെയ്താലും, തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ മുങ്ങിക്കുളിച്ചാലും, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ വിദൂരത്തല്ലേ, എന്റെ കരുണ മുറിഞ്ഞു പോയെന്ന് നിങ്ങൾ കരുതരുതേ. നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, എന്നെ ഒന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, പുറത്തു തരാൻ നിങ്ങൾക്കാരുമില്ലെങ്കിലും നിങ്ങളുടെ നാഥനായ അല്ലാഹു ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹ് പറയാൻ, ഞാനുണ്ട് നിങ്ങൾക്ക് പുറത്തു തരാൻ, നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് നിങ്ങൾക്കെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. ആ വഹ്ശിയുടെ ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസൈലിമത്ത് എന്ന് പറയുന്ന ഒരു കള്ള നബി ഉണ്ടായിരുന്നു. അയാൾ ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിന്റെ തുടക്കം എങ്ങനെയാണ്? മിൻ മുസൈലിമ റസൂലില്ല ഇല മുഹമ്മദ് റസൂലില്ല. അള്ളാന്റെ റസൂലായ മുസൈലിമയിൽ നിന്ന് അള്ളാന്റെ റസൂലായ മുഹമ്മദിന് എഴുതുന്ന കത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കത്തിലുള്ളത്? നമ്മൾ രണ്ടുപേരും നബിമാരാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മദീനയുടെ ഇന്നാലിന്റെ ഭാഗം നിങ്ങൾ പ്രബോധനം ചെയ്യാം, ബാക്കി ഭാഗം ഞാൻ പ്രബോധനം ചെയ്യാം. റസൂലുള്ളാഹി തിരിച്ചൊരു കത്തെഴുതുന്നുണ്ട്, മിൻ മുഹമ്മദുർ റസൂലില്ല ഇല മുസൈലിമത്തിൽ കദ്ദാബ്. അള്ളാന്റെ നബിയായ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളനായ പെരുങ്കള്ളനായ മുസൈലിമക്ക് എഴുതുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഇവന്റെ ഉപദ്രവം ശക്തമായപ്പോ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, യമാമ യുദ്ധം. ആ യുദ്ധത്തില് മുസൈലിമത്തിനെ കൊല്ലുന്നതാരാ? അത് സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു ആണ്. ഏത്? ഹംസ റളിയല്ലാഹുവിനെ കൊന്ന അതേ വഹ്ശി തന്നെ. ആ കൊന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ഖതൽതു ഖൈറന്നാസ് വ ഖതൽതു ശർറന്നാസ്. ജനങ്ങളിൽ ഉത്തമരെയും കൊന്നത് ഞാനായി പോയല്ലോ പടച്ചോനെ, എന്നാൽ എനിക്കിപ്പോ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ജനങ്ങളിൽ ഏറ്റവും നശിച്ചവനെയും കൊന്നത് ഞാനാണ് എന്ന് സയ്യിദുനാ വഹ്ശി റളിയല്ലാഹു അൻഹു. ഉണ്ടോ? അപ്പൊ അല്ലാഹ് ആ വഹ്ശിക്ക് വേണ്ടി ഇറക്കിയതാണ് ആയത്ത്. വഹ്ശിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വഹ്ശി കാരണം ഇറക്കപ്പെട്ടതാണ് ആയത്ത്. നമ്മുടെ കൽബിൽ അത് ഉണ്ടാകണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ എന്റെ അടിമകളല്ലേ, നിങ്ങൾ എന്തിനാ ദൂരോട്ട് പോണേ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഞാനില്ലേ, നിങ്ങൾ എത്ര വലിയ തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ മുങ്ങിക്കിടന്നാലും എന്നെയൊന്ന് വിളിക്ക്, എന്നോടൊന്ന് ഇസ്തിഗ്ഫാർ ചെയ്യ്. പുണ്യ റമളാൻ ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ എന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെയൊന്ന് വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് വളരെ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു നൂഹിലെ അധ്യാപനമൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. നൂഹ് നബി ഉമ്മത്തിനോട് പറയുന്ന എന്താ? വഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യട്ടോ. നിങ്ങളിങ്ങനെ തെറ്റുകളിൽ മുഴുകി ജീവിക്കല്ലേ. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യണം. ആ റബ്ബ് ഏറെ പുറത്തു തരുന്നവനാ. നിങ്ങളൊന്ന് ചോദിച്ചാ മതി, ഖൽബിൽ തട്ടിയിട്ടൊന്ന് പറഞ്ഞാ മതി. അള്ളാഹു പുറത്തു തരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളെ കൊണ്ട് എന്ത് കഴിവുള്ളത്? നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വല്ലതുണ്ടോ? സ്വന്തമായിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ പറ്റും? നമ്മളെ കൊണ്ട് പറ്റുമോ? സ്വന്തമായിട്ട് ഒന്ന് മൂത്രമൊഴിക്കാൻ പറ്റും നമുക്ക്? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സ്വന്തമായിട്ട് പറ്റുമായിരുന്നെങ്കിൽ ഇത്ര ആളുകൾ യൂറിൻ ഇങ്ങനെ ടാങ്ക് ഫിറ്റ് ചെയ്ത് കിടക്കേണ്ട കാര്യമുണ്ടോ? യൂറിൻ പോകാതെ അവിടെ കയ്യിൽ ഇങ്ങനെ യൂറിൻ ടാങ്കും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇത് എന്റെ അധികാര പരിധിയിൽ പെട്ടതൊന്നുമല്ല. എന്റെ റബ്ബ് ഒഴിപ്പിക്കാണ് എന്നെ, അല്ലേ? ഇതുപോലും പറ്റാത്ത മനുഷ്യൻ നമ്മളിങ്ങനെ അഹങ്കാരം നടിച്ചു നടന്നിട്ട് എന്തിനാ? നമ്മൾ ക്ലോസറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പഠിച്ചവനോട് പറയണ എന്താ? ഗുഫ്റാനക് അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അല്ലദ വഫാനി. എന്നെ മൂത്രമൊഴിപ്പിച്ച അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. എന്നെ മൂത്രമൊഴിപ്പിച്ച അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയും. എന്നെ കൊണ്ട് പറ്റൂല റബ്ബെ ഒഴിക്കാൻ, നീ ഒഴിപ്പിച്ചതാ എന്നെ. ആദ്യം പറയണ എന്താ? ഉഫ്റാനക്, പുറത്തിരണേ പഠിച്ചോനെ. അങ്ങനെ എന്നെ യൂറിനേറ്റ് പോലും ചെയ്യിപ്പിക്കുന്ന, എന്നെ മൂത്രം പോലും ഒഴിപ്പിക്കുന്ന റബ്ബേ, ഞാൻ ഇത്ര നന്ദി കെട്ടവനായി പോയല്ലോ പഠിച്ചോനെ. എന്നിട്ട് നിന്നോട് തെറ്റിയാണല്ലോ അല്ല, കയ്യും കണക്കില്ലാതെ തോന്നിവാസങ്ങൾ ചെയ്ത് കൂട്ടുകയാണല്ലോ അല്ല. അത്ര നന്ദി കെട്ടവനായി പോയല്ലോ റബ്ബേ. ഉഫ്റാനക്, നീ പുറത്ത് തന്നെ പഠിച്ചോനെ, നീ പുറത്ത് തന്നെ അല്ല. നിസ്സാരമായിട്ട് ഒന്ന് മൂത്രം പോലും സ്വന്തമായി ഒഴിക്കാൻ കഴിയാത്ത
ഈ നിസ്സാരനായ മനുഷ്യനാണ് റബ്ബേ ഞാൻ, നീ പുറത്ത് തന്നെ അല്ല, നീ പുറത്ത് തന്നെ അല്ല. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു നോക്ക് മനുഷ്യരെ. നൂഹ് നബി പറയുന്നത് എന്താ? വഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യ്. ഇന്നഹു കാന ഗഫാറ, അവൻ അത്രമേൽ പൊറുക്കുന്നവനാ. അവനങ്ങ് നിങ്ങൾക്ക് പുറത്തു തന്നാൽ, നിങ്ങൾ ധാരാളം ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്ത് അവനിലേക്ക് അടുത്താൽ നിങ്ങൾക്ക് ദുനിയാവും തരും പഠിച്ചോൻ. ആകാശലോകത്ത് നിന്ന് നിങ്ങൾക്ക് അല്ലാഹു മഴ ഇറക്കി തരുമെന്ന് റബ്ബുൽ ആലമീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ മഴ പെയ്യിക്കും. ഈമാനാകുന്ന മഴ, സന്തോഷമാകുന്ന മഴ, സമാധാനമാകുന്ന മഴ, അത് നിങ്ങളുടെ കൽബിൽ കിട്ടാൻ ഇസ്തിഗ്ഫാർ മതി. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ? ഇസ്തിഗ്ഫാർ മതി നിങ്ങൾക്ക്, അല്ലാഹു മക്കളെ തരും. വബനീൻ, അംവാൽ, അംവാൽ മാല് തരും, സമ്പത്ത് തരും. ഇസ്തിഗ്ഫാർ കൊണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് മുഴുവൻ സമ്പത്തിന് വേണ്ടിയായി പോയി ഇല്ലേ? എന്തിനാ സൂറത്തുൽ വാഖിഅ നമ്മൾ ഓതുന്നത് എന്ന് ചോദിച്ചാൽ അത് ദാരിദ്ര്യം വരാതിരിക്കാൻ. അള്ളാഹ്ക്ക് വേണ്ടി എന്ന ഉത്തരം അറിയാത്ത ആളുകളായി പോയി നമ്മൾ. കേവലം ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ എല്ലാ ഇബാദത്തുകളെയും കണക്ട് ചെയ്യാൻ അല്ലെ. ദുഹാ നിസ്കരിക്കുന്ന എന്തിനാ? ദാരിദ്ര്യം വരാതിരിക്കാൻ. മോനെ, അള്ളാഹ്ക്ക് വേണ്ടി ഇതൊരു ഉത്തരം നമ്മുടെ വായിന്ന് വരുന്നുണ്ടോ? സൂറത്തുൽ വാഖിഅ അള്ളാഹുവിന് വേണ്ടി ഓതിയാൽ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? ഈമാനിലെ ദൗർബല്യമാണ്. ആ ഈമാനിന് അള്ളാഹു അങ്ങ് ബലം തരും. ഈമാനിന് ബലം ഉണ്ടെങ്കിലും നീ പട്ടിണിയാണെങ്കിലും സമാധാനത്തോടെ ജീവിക്കും. ഈമാനിന് ബലമില്ലേ, നീ കോടീശ്വരനാണെങ്കിലും സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റൂല. എന്തിനാ ജീവിതം? അല്ലാഹുവോട് ധാരാളം ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, താബിഈങ്ങളിൽ പ്രമുഖനാണ്. ഒരാൾ വന്ന് പറയുന്നുണ്ട്, യാ സയ്യിദി, എനിക്ക് മക്കളില്ല, ദുആ ചെയ്യണം, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം. ഇസ്തിഗ്ഫാർ ചെയ്തു, ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്തു. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, നിങ്ങൾക്ക് മക്കൾ ഉണ്ടായിക്കോളും. വേറൊരാൾ വരികയാണ്, കച്ചവടമൊക്കെ നഷ്ടത്തിലാണ്, ദുആ ചെയ്യണം. ഇസ്തിഗ്ഫാർ ചെയ്തു. ആരാ പറയണേ? സ്വഹാബത്തിന്റെ ശിഷ്യനായ താബിഈ പ്രമുഖനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മറ്റൊരാൾ വന്ന് പറയാം, എന്റെ കൃഷിയൊക്കെ നശിച്ചു പോയി, മഴയില്ല, ദ്വാരക്കണം. ഇസ്തിഗ്ഫാർ ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്തു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ശൈഖ് അവർകളെ, ഈ മൂന്നെണ്ണത്തിന് ഇസ്തിഗ്ഫാർ കൊടുക്കാൻ കാരണം? ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖുർആൻ പറയുന്നുണ്ടല്ലോ, മനസ്സറിഞ്ഞ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് മഴ തരും, മക്കളെ തരും, സമ്പത്ത് തരും, വേണ്ടതൊക്കെ അല്ലാഹു തരും എന്ന് ഖുർആനിന്റെ അധ്യാപനാണ്. അതിന് വേണ്ടത് മനസ്സറിഞ്ഞ ഇസ്തിഗ്ഫാറാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, എന്നെങ്കിലും ഒരിക്കലല്ല, എപ്പോഴും നിരന്തരം അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മനുഷ്യന് അവനറിയാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു സഹായം എത്തിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യനാണ് ആര്? മാലിക് ഇമാം അല്ലേ? മാലിക് ഇമാമിന്റെ ശിഷ്യൻ ഷാഫിഈ ഇമാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനാണ് ആര്? അഹ്മദ് ബിൻ ഹംബൽ അല്ലെ? 4 മദ്ഹബിന്റെ ഇമാമുമാരും അതിൽപ്പെട്ട ഇമാമു സുന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു നാട്ടിലേക്ക് യാത്ര പോവാണ്. തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുന്ന വഴി അന്ന് നടന്നാ വരുന്നേ, ഇരുട്ടായി പോയി. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറി താമസിക്കണമല്ലോ. വളരെയധികം ക്ഷീണിച്ച് പള്ളിയിൽ കിടന്നുറങ്ങാം. അപ്പോഴാണ് പള്ളിയിലെ മുഅദ്ദിൻ വന്നിട്ട് പറയുന്നത്, പുറത്തേക്ക് പോകണം, പുറത്തേക്ക് പോകണം. ഇത് അഹ്മദ് ബിൻ ഹംബലാന്നൊന്നും ആ മനുഷ്യന് മനസ്സിലായിട്ടില്ല. പുറത്തേക്ക് പോകണം, ഞാൻ ഭയങ്കര ക്ഷീണിതനാണൊന്ന് കിടന്നോട്ടെ, ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്, കിടന്നോട്ടെ. അപ്പോഴും സമ്മതിച്ചില്ല. ഭയങ്കര നിർബന്ധം കൂടിയപ്പോൾ പറഞ്ഞു, ഞാൻ അഹ്മദ് ബിൻ ഹംബലാണെന്ന് കിടന്നോട്ടെ. ഇനി നിങ്ങൾ ഇബ്രാഹിം ബിൻ അദ്ഹാണെന്നൊക്കെ പറയും. പറ്റൂല, എവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കോളും. അയാൾക്ക് മനസ്സിലായില്ല. പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇട്ടു. പിടിച്ചിങ്ങനെ വലിച്ചുണ്ടായി പുറത്തേക്ക് ഇട്ടു. അപ്പോഴൊരു കുറ്റമില്ല കേട്ടോ, ഞാൻ ഇത്ര വലിയ നേതാവായിട്ട്, ഇത്ര വലിയ പണ്ഡിതനായിട്ട് എന്നെ പിടിച്ചിടാൻ പറ്റുന്നില്ല. അതായത് എനിക്ക് അഭിമാനം തരുന്നതാരാ? നിങ്ങൾ പറയണില്ല. അഭിമാനം തരുന്നവനൊരു പേരില്ലേ? മുഇസ്. എന്താണ് മുഇസ്? എന്നാൽ എനിക്ക് അപമാനം തരുന്നതാരാ? മുദിൽ. അങ്ങനെ ഒരു പേരുണ്ട് കുറച്ചും. നമുക്ക് ജീവൻ തരുന്ന അള്ളാഹിനെ അറിയാൻ പാടുള്ളൂ, മരിപ്പിക്കണ അള്ളാഹിനെ അറിയാൻ പാടില്ല. ജീവിപ്പിക്കുന്നതാരാ? അല്ലാഹ്. മരിപ്പിക്കണത് അതാ ഇസ്രായേൽ അല്ലേ? എനിക്ക് അപമാനം തരുന്ന അള്ളാഹുവിലും തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ. അഭിമാനം തരുന്നവനിൽ മാത്രമല്ല, അള്ളാഹുവിനെ അപ്പാടെ തൃപ്തിപ്പെടുന്നവർ. പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് താമസിക്കണമല്ലോ, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കണം. അപ്പോഴാണൊരു റൊട്ടി കച്ചവടക്കാരൻ കച്ചവടം കഴിഞ്ഞിട്ട് ആ വഴി വരുന്നത്. നിങ്ങളെന്താ ഈ ആരുമില്ലാത്ത സമയത്ത് നടുറോട്ടിൽ
ഒന്നുമില്ല, ഞാനിങ്ങനെ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്, രാത്രി ആയതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തങ്ങണം. അപ്പൊ റൊട്ടി കച്ചവടക്കാരൻ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് പോരൂ, ഞാൻ നിങ്ങൾക്ക് സൗകര്യമൊരുക്കാം. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കൊണ്ട് ആ മനുഷ്യൻ വീട്ടിലേക്ക് വന്നു, കിടക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഒരു കരച്ചിൽ കേൾക്കാൻ അപ്പുറത്ത് റൂമിൽ നിന്ന്. കരച്ചിൽ എന്ന് പറഞ്ഞാൽ ആ കരച്ചിലിനോടൊപ്പം കേൾക്കുന്നത് മുഴുവൻ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ നീ പൊറുക്കണേ നീ പൊറുക്കണേ നീ പൊറുക്കണേ, അല്ലാഹുവോട് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. നോക്കുമ്പോ തന്നെ കൊണ്ടുവന്ന വീടിന്റെ ഉടമയാണ് നിന്ന് പൊട്ടിക്കരയുന്നത്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ മനുഷ്യന്റെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ദുആയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കണം. എന്താ ഭയങ്കര കരച്ചിലാണല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല, എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ എന്നൊരു മഹാനുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണണം. ആ മനുഷ്യനൊന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ, അവിടെ പോയി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലാൻ മാത്രമുള്ള ഒരു അവസ്ഥയൊന്നും എനിക്കിപ്പോ ഇല്ല. ഞാൻ എന്റെ റബ്ബിനോട് നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യത്തിലാണ്, പടച്ചോനെ നിന്നെ കിട്ടാൻ, നിന്നെ തിരിച്ചറിയാൻ അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യനാകണമല്ല, എനിക്കൊരു വഴി കാണിച്ചു തരണേ അല്ലാ. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറയുന്നുണ്ട്, എന്നാൽ ആ ഇസ്തിഗ്ഫാർ, അതിനു വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാർ നിർത്തിക്കോ, ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളെ അല്ലാഹു സഹായിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഏതോ നാട്ടിൽ കിടക്കുന്ന ഈ മനുഷ്യൻ ദ്വാരക്കുമ്പോൾ വേറെ ഏതോ നാട്ടിലുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഒരു നാട്ടിലേക്ക് യാത്രയാക്കുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് പള്ളിയിൽ വിശ്രമിക്കുന്ന മനുഷ്യനെ പുറത്താക്കുന്നു. വഴിയിൽ വെച്ച് ഈ മനുഷ്യനെ കണ്ടുമുട്ടുന്നു. ഉറങ്ങുന്ന സമയത്ത് ഇയാളുടെ ഇസ്തിഗ്ഫാർ കേൾക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ ഒരു പവർ എത്രയാണ്! അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു എല്ലാം തരുന്നവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ ഇസ്തിഗ്ഫാറിന്റെ ബലത്തിൽ നിറഞ്ഞാടിയവരാണ് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഒരു ഭയങ്കര കച്ചവടക്കാരുണ്ട്, അതില് ഭയങ്കര ധീരന്മാരുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പണി എന്താ? ഒരു കരച്ചിലാണ് അള്ളാന്റെ മുമ്പിൽ. അള്ളാഹുവിൽ ലയിച്ച മഹാന്മാർ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു. അതിൽ പ്രധാനിയല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറയുന്നുണ്ട്, റമളാനില് വിജയിച്ച ആളുകളൊക്കെ കടന്നു പോകുന്നത് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെയാണ്. റയ്യാൻ. അപ്പൊ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ചെവിയിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അബൂബക്കറിന് ഏത് വാതിലാ കിട്ടുക? സ്വർഗത്തിന്റെ 8 വാതിലും നിങ്ങൾക്കുള്ളതാണ് അബൂബക്കറെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ വേളയിൽ റസൂലുള്ള സെലക്ട് ചെയ്യുന്നത് ആരെയാ? അബൂബക്കറിന്റെ സിദ്ദീഖിനെയാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിന് കരയാണ്. എന്തിനാ കരയുന്നത്? മക്കളെയും കുടുംബത്തെയൊക്കെ തനിച്ചായി പോകുന്നത് ഓർത്തിട്ടാണോ? ഇതൊന്നുമല്ല. എന്നെ എന്റെ ഹബീബ് തിരഞ്ഞെടുത്തല്ലോ എന്നോർത്തപ്പോ സഹിക്കാൻ പറ്റുന്നില്ല നബിയെ. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ഒരു കവിതയുണ്ട് അദ്ദേഹത്തിന്റെ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി വഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. എന്താണ് കവിതയുടെ അർത്ഥം നോക്കിയേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, പടച്ചോനെ ഈ പാവപ്പെട്ടവനായ അബൂബക്കർ നിന്റെ സ്വർഗത്തിന് അർഹതയില്ലാത്തവനാണല്ലാ. ആരീ പറയുന്നത്? സ്വർഗത്തിലെ 8 കവാടങ്ങളിൽ നിന്ന് മലക്കുകൾ ഇങ്ങനെ വിളിക്കും, അബൂബക്കർ ഇവിടെ വരൂ, ഇവിടെ വരൂ, ഈ കവാടത്തിൽ വരൂ, ഞങ്ങളുടെ കൂടെ വരൂ എന്ന് വിളിക്കപ്പെടുമെന്ന് മുത്തുനബി വാഗ്ദത്തം നൽകിയ മഹാനാണ് സയ്യിദി അബൂബക്കറിന് സിദ്ദീഖ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, സ്വർഗത്തിൽ കടക്കാൻ ഒരു യോഗ്യതയില്ല റബ്ബേ. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, നിന്റെ കത്തിയെരിയുന്ന നരകത്തിൽ വീഴാനോ എനിക്കതിന് കരുത്തൂല്ല അല്ലാ, എനിക്കതിന് കഴിവില്ല പടച്ചോനെ. സ്വർഗത്തിന് അർഹതയില്ല, നരകത്തിൽ കിടക്കാനുള്ള കഴിവുമില്ല. ഫഹബ്ലി തൗബതൻ, നീ എനിക്ക് തൗബ തന്നെ അല്ലാ. ഫഗ്ഫിർ ദുനൂബി, എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. വഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി, വൻ പാപങ്ങൾ പോലും പൊറുക്കുന്നവനായ റബ്ബേ, എല്ലാം പൊറുക്കുന്നവൻ നീ മാത്രമാണ് അല്ലാ. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, അവരുടെയൊക്കെ മനസ്സ് നോക്കുന്നത് എത്രമേൽ വലിയ മഹബത്താണ് അല്ലാഹുവോട്.
ആ മഹബ്ബത്ത് നിറഞ്ഞു നിൽക്കുന്ന കൽബോടെ നിരന്തരം ഇസ്തിഗ്ഫാറിലാണ് അവർ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അല്ലാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ കേട്ടാൽ അവരുടെ ഹൃദയം സ്നേഹത്താൽ നിറയും. ഹൃദയമൊന്ന് പിടയ്ക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ആയച്ചല്ലേ അത്? നിങ്ങൾ എന്തിനാ അല്ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നേ? നിങ്ങൾ തനിച്ചല്ല. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും വഹുവ മഅകും, ഞാൻ കൂടെ ഉണ്ട്. നിങ്ങൾ ആരും തനിച്ചാക്കിയിട്ടില്ല. നിങ്ങൾ ആരെല്ലാം ദുനിയാവിൽ തനിച്ചാക്കിയാലും, നിങ്ങൾ എവിടെയെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് കരുതിയാലും, വഹുവ മഅകും ഐനമാ കുൻതും, ഞാനുണ്ട് കൂടെ. എന്തിനെന്റെ അടിമ സങ്കടപ്പെടുന്നത്? ഞാനുണ്ട്. ഈ ആയത്തൊക്കെ ഓതുമ്പോ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ പൊട്ടും, അവരുടെ ഹൃദയം ഇങ്ങനെ സ്നേഹത്താൽ നിറയും. ഇതാണ് മുഅ്മിനീങ്ങളെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الذين يقيمون الصلاة ومما رزقناهم ينفقون. നിസ്കാരം കൃത്യമാക്കുന്നവരാണവർ. മാത്രല്ല സക്കാത്ത്, സ്വതക്ക, അല്ലാഹ് കൊടുത്തത് കൃത്യമായി കൊടുത്തു തീർക്കുന്നവരാണവർ. കേവലം കടമ തീർക്കാനല്ല, അതെന്റെ ഉത്തരവാദിത്വം. എന്റെ റബ്ബ് തന്നത് അതെനിക്ക് മാത്രം ഉള്ളതല്ല എന്ന തിരിച്ചറിവ്. അവരെ അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കയ്യിലെ പൈസ എടുത്തു കൊടുക്കുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾക്ക് കൊടുക്കുന്ന ഒരു പദവി. ഖുർആൻ പറയാൻ അവർക്ക് പേടിയില്ല, ടെൻഷനില്ല. എന്തേ കാരണം? പേടി ഉണ്ടായിരുന്നെങ്കിൽ അവർ പൈസ കൊടുക്കുമായിരുന്നോ? കൊടുക്കൂല. പേടിയില്ല അവർക്ക്, നാളത്തെ കുറിച്ച് ഓർത്ത് ടെൻഷനില്ല. കാരണം എന്നെയും ഈ സമ്പത്തിനെയും സർവസ്വത്തെയും പടച്ച റബ്ബന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഈ പൈസയുടെ മേൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാ? ഞാൻ ഈ പൈസയിന്മേൽ തവക്കുലാക്കുന്നത് എന്തിനാ? എനിക്ക് തരുന്നവൻ അന്നും തരും, ഇന്നും തരും, എന്നും തരും. റബ്ബുൽ ആലമീനാണവൻ. എന്തിന് ടെൻഷൻ? നമുക്ക് കൊടുക്കാൻ മടിയാണ്. സക്കാത്ത് കൊടുക്കാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. എന്നാൽ സക്കാത്ത് മാത്രം കൃത്യമായി അളന്നുകൊടുത്ത് ബാക്കി കൊടുക്കാത്തവരെ കുറിച്ച് ഖുർആനിന്റെ അധ്യാപനം മുനാഫിക്കുകളാണ് എന്നാണ്. മുനാഫിക്കുകളാണ്. സക്കാത്ത് പോലും കൊടുക്കാത്തവരെ കുറിച്ച് ഖുർആൻ പറയുന്നത് കള്ള കാഫിറുകളാണെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തേ അവർ കാഫിറാകാൻ കാരണം? കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതാണ്. അവര് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം യഥാർത്ഥ ശിർക്ക് ചെയ്തവരാണ്. എന്താ ശിർക്ക്? അവർ സമ്പത്തിനെ പൂജിച്ചവരാണ്, സമ്പത്തിനെ ആരാധിച്ചവരാണ്. സമ്പത്തിനെ ആരാധിച്ചവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ നിസ്കാരം ഫവൈലുൽ ലിൽ മുസല്ലീൻ, നാശത്തിലേക്കാണ്. അപ്പൊ സമ്പത്തിനെ ആരാധിക്കുന്നവരാകരുത് നമ്മൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണം. അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം. റമളാൻ അല്ലാഹ് നമുക്ക് അതിനു വേണ്ടി തന്നതാണ്. നമ്മളെ അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാഹ് തന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് റമളാനിലെ രാപ്പകലുകളിൽ പടച്ചോന്റെ മുമ്പിൽ ഒന്ന് ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയണം. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. അവനിൽ നിന്ന് ഇസ്തിഗ്ഫാർ വാങ്ങിയെടുക്കണം. റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.